2005 ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരികയും അന്നാണ് ഇതിന് വീണ്ടും ജീവൻ വെച്ച് ഇത് നടത്തുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. കേരളത്തിൽ 464 പാലങ്ങൾ 5 വർഷക്കാലം കൊണ്ട് ഉമ്മൻചാണ്ടി കാലത്ത് വൻകിട പാലങ്ങൾ ഉണ്ടായി എന്നുള്ളത് ചരിത്രമാണ്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ കാഴ്ചപ്പാടല്ലായിരുന്നു. നികുതികൾ കൊണ്ട് വീർപ്പും പൊട്ടിച്ച് ജനങ്ങളെ ഒരു ഭരണം നടത്തുന്ന ഒരു കാര്യദർശിയായിരുന്നല്ലായിരുന്നു. അർബുദ രോഗങ്ങൾ വന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സാ സഹായങ്ങൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ലഭിക്കുമായിരുന്നു. ഉമ്മൻചാണ്ടിയെ ഇവരാരും ഇപ്പോൾ എതിർക്കാത്തതിന് കാരണം എന്നാ വെച്ചാൽ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ആളിനെ മുന്നേ നിർത്തി കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് ഒരു കാലത്തും രാഷ്ട്രീയം പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷങ്ങൾ പോലും ഉമ്മൻചാണ്ടിയെ വിമർശിക്കുന്നില്ല. കേരളക്കര കണ്ട ഏറ്റവും വലിയ ജനകീയ നേതാവാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം 53 വർഷമാണ് പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്നത് പുതുപ്പള്ളി മാത്രമായിരുന്നില്ല, കേരള സമൂഹം മുഴുവനുമായിരുന്നു. കേരള സംസ്ഥാനത്തെ പുതിയൊരു പാതയിലേക്ക് എത്തിച്ച ജനകീയ നായകൻ കൂടിയാണ് ഉമ്മൻചാണ്ടി എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ അടുപ്പം നിലനിർത്തിയതും വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നവരെയും ഇപ്പം അദ്ദേഹത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പുതുപ്പള്ളിക്കാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോഴും എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ജനകീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. അപ്പം അദ്ദേഹമാണ് 1991 മുതൽ വിഴിഞ്ഞം പദ്ധതി, അതായത് കേരളത്തിലെ ഇപ്പം ഏറ്റവും വികസിതമായിട്ടൊരു പദ്ധതി എന്ന് തന്നെ പറയാം. അപ്പം നമ്മുടെ കേരള സംസ്ഥാനത്തെ തന്നെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ആ പദ്ധതിയുടെ ഏറ്റവും അധികം നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചത് ഉമ്മൻചാണ്ടി സാറായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ആദ്യകാലത്ത് ഏറ്റവും ആദ്യം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പ്രവർത്തനമായിരുന്നു ആദ്യം. അത് നടത്താൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നു. ബ്രിട്ടീഷുകാർ നടത്താൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പക്ഷേ 91 ശ്രീ കെ കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാവുകയും അന്നത്തെ തുറമുഖം വകുപ്പ് മന്ത്രിയായി ശ്രീ എം.വി. രാഘവൻ വരികയും ചെയ്തു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ വിഴിഞ്ഞം പദ്ധതി ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ തുടങ്ങിയത്. അന്ന് കേരളത്തിലെ ധനകാര്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയും കെ കരുണാകരനും എം.വി. രാഘവനും കൂടിയാണ് ആദ്യമായി ഇത് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും അത് കേരള ക്യാബിനറ്റിൽ അത് വെക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്ത് അതിൻ്റെ പ്രാരംഭ നടപടികൾ നടത്തുന്നതിന് വേണ്ടി എം.വി. രാഘവനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടി വന്നതുകൊണ്ട് അന്ന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പിന്നീട് വന്ന ഗവൺമെൻറ്റുകളെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടത്തി നമ്മളതൊഴിച്ച് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളതൊരു സത്യമാണ്. അതിനുശേഷം 2005 ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരികയും അന്നാണ് ഇതിന് വീണ്ടും ജീവൻ വെച്ച് ഇത് നടത്തുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. അന്ന് ഏതാണ്ട് വളരെ കുറച്ച് കാലം മാത്രമേ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയായിരിക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ അതിൻ്റെ പ്രാരംഭ നടപടികളെല്ലാം നടത്തിയെങ്കിലും പരിസ്ഥിതിയുടെ അനുമതിയും രാജ്യരക്ഷാ വകുപ്പിൻ്റെ അനുമതിയും ലഭിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ആ കുറഞ്ഞ കാലം കൊണ്ട് അത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് 2005 ശ്രീ ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പദ്ധതി ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു എങ്കിലും അത് നടക്കാതെ പോയി. അതിനുശേഷം അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് വന്നു. അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റും അത് നടത്തുന്നതിന് വേണ്ടിയുള്ള ചില നടപടികളൊക്കെ നടത്തിയെങ്കിലും ഈ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഒന്നും അംഗീകാരം കിട്ടിയില്ല. അതിനുശേഷം 2011 മെയ് മാസം 23-ാം തീയതി രണ്ടാമത് വട്ടം ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായി വന്നു. 23-ാം തീയതി അദ്ദേഹം മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷം 25-ാം തീയതി അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. 25-ാം തീയതി അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ സോണിയാഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കണ്ടു. അതേപോലെ തന്നെ അന്നത്തെ ആ യാത്രയിൽ ശ്രീ ഉമ്മൻചാണ്ടി അന്നത്തെ പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശ് അടക്കമുള്ള നേതാക്കന്മാരെ കാണുകയും അവിടെ നിന്നാണ് പിന്നീട് ഇത് നടത്തുന്നതിന് വേണ്ടിയുള്ള തുടർ നടപടികൾ ആരംഭിച്ചത്. പരിസ്ഥിതി വകുപ്പിൻ്റെ അനുമതി ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ്. 2 വർഷക്കാലമെങ്കിലും നിരന്തരമായി അതിൻ്റെ പിന്നിൽ നിന്നാൽ മാത്രമേ അത് ലഭിക്കുമായിരുന്നുള്ളൂ. 4 ഗഡുക്കളായിട്ട് 6 മാസം ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വളരെ വിശദമായ പഠനം, അവിടുത്തെ കാറ്റിൻ്റെത്, അവിടുത്തെ ഒഴുക്കിൻ്റെത്, അവിടുത്തെ മത്സ്യത്തിൻ്റെത്, അവിടുത്തെ
ജീവിത രീതികൾ, അവിടെ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ മാത്രമേ അതിന് അനുമതി ലഭിക്കുമായിരുന്നുള്ളൂ. ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും വളരെ നല്ല നിലയിൽ അത് നടന്നു എങ്കിൽ പോലും നാലാം ഘട്ടത്തിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴേക്ക് ഉമ്മൻചാണ്ടി വീണ്ടും ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിലേക്ക് ചെന്ന് അന്നത്തെ പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചു. കേരളത്തിലേക്ക് ജയറാം രമേശ് വന്നു. വിഴിഞ്ഞത്ത് അദ്ദേഹത്തെ കൊണ്ടുപോയി. ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉമ്മൻചാണ്ടി ആ ബന്ധപ്പെട്ട ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് 2013 ആദ്യമായി പരിസ്ഥിതി വകുപ്പിൻ്റെ അംഗീകാരം ലഭിച്ചത്. അതിനുശേഷം അത് കല്ലെടുന്നതിന് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഉമ്മൻചാണ്ടി വളരെ വ്യക്തമായ നടപടികൾ സ്വീകരിച്ചു. രാജ്യരക്ഷാ വകുപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ആ പ്രദേശം വിദേശ രാജ്യങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട പെട്ടെന്ന് കടന്നു വരാൻ കഴിയുന്ന ഒരു പ്രദേശമായതുകൊണ്ട് നമ്മളുടെ സമുദ്ര തീരത്തിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ പ്രതിരോധ വകുപ്പിൻ്റെ അനുമതി ആവശ്യമായിരുന്നു. അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്ന് ആരംഭിക്കുകയും ഉമ്മൻചാണ്ടി ബന്ധപ്പെട്ട ആഗോള ടെൻഡർ വിളിക്കുന്നതിന് തീരുമാനമെടുത്തു. അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തി, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. ആഗോള ടെൻഡർ സ്വീകരിച്ചപ്പോഴേക്ക് ആകെ വന്നത് ഒരു ചൈനീസ് കമ്പനി മാത്രമാണ്. ഒരു ചൈനീസ് കമ്പനിയാണ് വന്നത് എന്നുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ അകത്ത് നമ്മളുടെ ഇന്ത്യൻ നേവിയും അതുപോലെയുള്ള ബന്ധപ്പെട്ട നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചൈനീസ് കമ്പനിക്ക് കൊടുക്കുന്നതിനെ എതിർത്തു. കോൺഗ്രസ് നേതാക്കന്മാരും പലരും അത് ശരിയായിരിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ബന്ധപ്പെട്ട ടെൻഡർ അവസാനിപ്പിക്കുകയും അതിനുശേഷം ഉമ്മൻചാണ്ടി ഡൽഹിയിലേക്ക് പോയും KV തോമസിൻ്റെയും ശ്രീ AK ആൻ്റണിയുടെയും എല്ലാ സഹായത്തോടു കൂടി അദാനിയുമായി സംസാരിക്കുകയും അദാനിയെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും അദാമിനോട് ബന്ധപ്പെട്ട് അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായി എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ഏതായാലും ഈ പദ്ധതി ഉണ്ടാക്കാനുള്ള നടപടികൾ നടന്നു വരുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുതൽ വിഴിഞ്ഞം വരെ ഹർത്താൽ നടത്തി. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചു. ഇതുണ്ടാകാൻ പാടില്ല, അവിടെ അങ്ങനെ ഉണ്ടായാൽ മത്സ്യത്തൊഴിലാളികളുടെ പണി പോകും, ആളുകളുടെ വീട് പോകും, ആളുകളുടെ വസ്തുക്കൾ പോകും എന്ന് പറഞ്ഞുകൊണ്ട് അതിനാവശ്യമായ നടപടികൾ ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തി. എന്ന് മാത്രമല്ല, ഏതാണ്ട് 6500 പരം കോടി രൂപയുടെ ഒന്നാം ഘട്ടത്തിന് ആകെ വരുന്ന ചെലവ് അതാണ് എങ്കിൽ 5000 കോടി രൂപ അതിൽ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ആ പദ്ധതിക്കെതിരെ അന്നത്തെ പ്രതിപക്ഷ കക്ഷികൾ ശ്രീ അച്യുതാനന്ദനടക്കമുള്ള നേതാക്കന്മാർ അതിനെ ശക്തമായി എതിർത്തു. എങ്കിൽ ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞു, കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് എന്തു വന്നാലും വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കിയിരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും അഴിമതിയുടെ പേരിൽ ഇതിനെ തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ ശക്തമായി നിയമസഭയിൽ പ്രഖ്യാപനം തന്നെ നടത്തി. അഴിമതിയെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതേ സംബന്ധിച്ച് പരിശോധിക്കാം. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ പരാതി എഴുതി തന്നാൽ അത് വിശദമായി പരിശോധിക്കാം. ആര് വേണമെങ്കിലുമായി നമുക്ക് സംസാരിക്കാം. ആ സംസാരം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായെങ്കിൽ ആ തെറ്റ് തിരുത്താൻ തയ്യാറാണ് എന്നുമെല്ലാം അദ്ദേഹം വളരെ ശക്തമായി പറയുകയും അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാം അനുവാദത്തോടുകൂടി അവിടെ കല്ലിടുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ്. ഉമ്മൻചാണ്ടിയാണ് കല്ലിട്ടത്. ആ ബന്ധപ്പെട്ട ആ കല്ലിടി ചടങ്ങിൽ അന്നത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ അച്യുതാനന്ദനടക്കമുള്ള ആളുകളെ മുഴുവൻ പേരെയും ക്ഷണിച്ചിരുന്നു. അന്നത്തെ ആ പ്രദേശത്തെ MLA മാരെ അടക്കമുള്ള ആളുകളെ LDF ആയിരുന്നാലും അവരെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അവരാരും വന്നില്ല. ആ ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് അന്ന് അവർ നടത്തിയത്. അന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞു, അവിടെ അഴിമതി നടന്നിട്ടുണ്ട് എങ്കിൽ ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാറാണ്, ഏത് അന്വേഷണം തയ്യാറാണ്, നിങ്ങൾ എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അഴിമതി ആരോപണം എഴുതി കൊടുക്കാൻ അച്യുതാനന്ദനോ മറ്റാളുകളോ തയ്യാറായില്ല. അതിനുശേഷം ഗവൺമെൻറ് പോയി കേരളത്തിൽ
പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. പിണറായി വിജയൻ അധികാരത്തിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ നാളുകളിൽ തന്നെ വിഴിഞ്ഞത്തെ അഴിമതിയെപ്പറ്റി അന്വേഷിക്കാൻ ജസ്റ്റിസ് CN രാമചന്ദ്രനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കമ്മീഷനെ വെച്ചു. 6 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്നായിരുന്നു എങ്കിൽ 7-8 മാസങ്ങൾ കൊണ്ട് റിപ്പോർട്ടുണ്ടായി. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അതിൽ യാതൊരുവിധ അഴിമതിയും ഉണ്ടായിട്ടില്ല. വിഴിഞ്ഞം തുറമുഖം ഇവിടെ അത്യാവശ്യമാണ്, അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണപ്രദമാണ്. അതുകൊണ്ട് ആ ഗവൺമെൻറ് എടുത്ത തീരുമാനം വളരെ ശരിയാണ് എന്ന് എഴുതി റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളത് സത്യമാണ്. CN രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, അദ്ദേഹം BJP ആണെന്ന് BJP കാരനുമല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുനമ്പം പ്രശ്നത്തെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങളുമായി ചില തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഗവൺമെൻറ് അവിടെ അന്വേഷണത്തിന് കമ്മീഷനെ വെച്ചത് ശ്രീ CN രാമചന്ദ്രനെയാണ്. എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിന് ഏറ്റവും വിശ്വാസമുള്ള ആളാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ. ആ CN രാമചന്ദ്രനാണ് അവിടെ അഴിമതി ഇല്ല എന്ന് പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ കൂടി ചെയ്തു. അവിടുത്തെ ഒട്ടേറെ ആളുകൾക്ക് വീട് നഷ്ടപ്പെടുന്നു, ഒട്ടേറെ ആളുകൾക്ക് സ്ഥലം നഷ്ടപ്പെടുന്നു, ഒട്ടേറെ ആളുകൾക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരെ പുനരധിവസിപ്പിക്കണം, അവർക്ക് വീടുണ്ടാക്കണം, അവർക്ക് സ്ഥലമുണ്ടാകണം. അതിനുവേണ്ടി ഒന്നാമത്തെ ആ നടപടിയുടെ ഭാഗമായി 475 കോടി രൂപ ആ ബന്ധപ്പെട്ട പദ്ധതിയിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടുത്തിയിരുന്നു. ആ 475 കോടി രൂപ ഉൾപ്പെടുത്തിയിട്ട് വർഷം 10 അവിടെ വീട് നഷ്ടപ്പെട്ടവർ കഴിഞ്ഞ കുറേ കാലമായി 9 വർഷം താമസിച്ചത് അവിടുത്തെ സിമന്റ് ഗോഡൌണുകളിലാണ്. ആ ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിന് ആയിട്ട് പോലും യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. 2024 അവിടുത്തെ ചില മതപുരോഹിതന്മാരും ബന്ധപ്പെട്ട മറ്റാളുകളും എല്ലാം കൂടി അവിടെ സംഘടിച്ച് സമരമുണ്ടാവുകയും 24 പകുതി കഴിഞ്ഞപ്പോഴേക്ക് അവിടുത്തെ ആ ഗോഡൌണുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് ചില വാടക വീടുകളൊക്കെ എടുത്തു കൊടുത്ത് അത് മുൻപോട്ട് കൊണ്ടുപോയി എന്നുള്ളത് സത്യമാണ്. ഇപ്പോഴും ആ ബന്ധപ്പെട്ട ആളുകൾക്ക് വീട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് 100% സത്യമാണ്. ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ അദാനി ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി നിർവചിച്ചിരുന്നു. അതേപോലെ തന്നെ കേരള ഗവൺമെൻറ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ 1ാമത്തെ കാര്യം അവിടെ ഫിഷിംഗ് ഹാർബർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യമായി വരുവാനും അവിടെ വിപണനങ്ങൾ നടത്തുവാനും ആ വിപണനത്തിലൂടെ അവർക്ക് ജീവിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ അവിടെ ഫിഷിംഗ് ഹാർബർ ഉണ്ടാക്കണം. അതിനുവേണ്ടിയുള്ള പണം ഉമ്മൻചാണ്ടിയുടെ ആ ബന്ധപ്പെട്ട ആ നടപടിയിൽ അദ്ദേഹത്തിൻ്റെ ആ എഗ്രിമെൻറ്റിൽ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അവിടെ വിഴിഞ്ഞം പോർട്ട് ഉണ്ടാകുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ആ പ്രദേശത്തേക്ക് വരും. അവിടെ വരുമ്പോഴേക്ക് അവിടെ ബന്ധപ്പെട്ട ഒരു ഫിഷ് പാർക്ക് ഉണ്ടാക്കണം. അതുണ്ടാക്കുന്നത് അവിടുത്തെ ആ ബന്ധപ്പെട്ട ആ ഫിഷ് പാർക്ക് ഉണ്ടാക്കിയാൽ ആളുകൾ കൂടുതലായി അവിടേക്ക് വരികയും അതിലൂടെയും കൂടി ഒരു സമ്പാദ്യം സംസ്ഥാന ഗവൺമെൻറ്റിന് ഉണ്ടാക്കാം എന്നുള്ള ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം പ്രവർത്തിച്ചു. ഒട്ടേറെ കടൽ മത്സ്യങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള കടൽ മത്സ്യങ്ങളും മറ്റ് മത്സ്യങ്ങളെയും ആ ഫിഷ് പാർക്കിൽ അവിടെ കൊണ്ടുവന്ന് ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും കൂടി ആ പദ്ധതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി ഈ വിഴിഞ്ഞം പോർട്ടിലേക്ക് ബന്ധപ്പെട്ട വാഹനങ്ങൾ വരുന്നതിന് വേണ്ടി അവിടുത്തെ ബന്ധപ്പെട്ട നാഷണൽ ഹൈവേയിൽ നിന്ന് വളരെ വിസ്തൃതമായി വളരെ വീതിയിലുള്ള വഴി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഉമ്മൻചാണ്ടിയുടെ ആ നടപടിയിൽ ആ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ 10 വർഷമായി ആ വഴി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതേവരെ പരിപൂർണമായി നടന്നിട്ടില്ല. ഇപ്പോഴും അവിടെ വസ്തു എടുത്ത് ആ വഴി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വിഴിഞ്ഞത്ത് നിന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ആ റെയിൽവേ ലൈൻ ഉണ്ടാക്കുന്നതിനും അങ്ങനെ വിഴിഞ്ഞത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നാലും മറ്റ് പ്രദേശത്തേക്കായിരുന്നാലും ട്രെയിൻ വഴി ഈ ബന്ധപ്പെട്ട അവിടെ വരുന്ന സാധനങ്ങൾ കൊണ്ടുപോകുവാനും
ആളുകൾക്ക് വരുവാനും ബന്ധപ്പെട്ട് ട്രെയിൻ സംവിധാനം ഉണ്ടാക്കുന്നതിനുള്ള നടപടിയും ഉമ്മൻചാണ്ടിയുടെ എഗ്രിമെൻറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ വക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. പക്ഷേ ഇന്നേ വരെ ട്രെയിൻ സംവിധാനം ഉണ്ടാക്കുന്നതിന് ഒരു ട്രെയിൻ പാളത്തിന് ഒരു ഇരുമ്പ് കഷണം പോലും അവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ചരിത്രമാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ വന്ന് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നടപടി ഉദ്ഘാടനം ചെയ്തത് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ഉമ്മൻചാണ്ടി ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് അദ്ദേഹമാണ്. കണ്ണൂർ വിമാനത്താവളം ഉണ്ടാക്കുന്നതിന് നടപടി സ്വീകരിച്ചത് അദ്ദേഹമാണ്. മെട്രോ ട്രെയിൻ ഉണ്ടാക്കുന്നതിന് നടപടി സ്വീകരിച്ചത് അദ്ദേഹമാണ്. അതിനുശേഷം നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉള്ള കുട്ടികൾക്ക് നമ്മുടെ പുതിയ സംവിധാനത്തിലൂടെ നമ്മുടെ എറണാകുളത്തും മറ്റ് പ്രദേശങ്ങളിലുമെല്ലാം നമ്മുടെ പുതിയ സംവിധാനത്തിലൂടെ നെറ്റ് സംവിധാനത്തിലൂടെ ജോലി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മുടെ ദുബായ് ഗവൺമെൻറ്റുമായി ആലോചിച്ച് ബന്ധപ്പെട്ട നടപടികൾ നടത്തിയത് ഒരു ചരിത്രമാണ്. കേരളത്തിൽ 464 പാലങ്ങൾ 5 വർഷക്കാലം കൊണ്ട് ഉമ്മൻചാണ്ടി കാലത്ത് വൻകിട പാലങ്ങൾ ഉണ്ടായി എന്നുള്ളത് ചരിത്രമാണ്. ഇതേപോലെ ഒട്ടനേകം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് സ്മരിക്കുന്നതോടൊപ്പം തന്നെ 5 വർഷക്കാലം ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തുറമുഖ മന്ത്രിയായിരുന്നത് ശ്രീ കെ ബാബുവാണ്. കെ ബാബുവിൻ്റെ സേവനത്തെയും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന് അതിനുവേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി പരിശ്രമിച്ചത് അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു കൂടിയാണ്. കെ ബാബുവിനെ പറ്റി ഇപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹത്തിന് അല്പം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണോ ആരും പറയാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വളരെ വ്യക്തമായി അറിയാം, കെ ബാബു എന്ന് പറയുന്ന തുറമുഖ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ആശീർവാദത്തോടുകൂടി, ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹത്തോടുകൂടി ഉമ്മൻചാണ്ടി നടത്തിയ നടപടിയുടെ ഭാഗമാണ് വിഴിഞ്ഞം പദ്ധതി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് പോയി, പിണറായി വിജയൻ വന്നു, ഒട്ടേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഗവൺമെൻറ് ഏതോ ചെയ്തു എന്ന് പറയുന്നു. എന്താണ് ചെയ്തത് എന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവർ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ആ ബന്ധപ്പെട്ട അദ്ദേഹം ഉണ്ടാക്കിയ ആ എഗ്രിമെന്റിന്റെ അകത്ത് 3 വർഷക്കാലം കൊണ്ട് 1000 ദിവസങ്ങൾ കൊണ്ട് ആ പദ്ധതി പൂർത്തീകരിക്കണം എന്ന് വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു. 1000 ദിവസം കൊണ്ട് ആ പദ്ധതി പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അദാനിയിൽ നിന്ന് പ്രതിദിനം കോമ്പൻസേഷൻ കേരളത്തിലെ ഗവൺമെന്റിന് കൊടുക്കണം എന്ന് ആ എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു ചരിത്രമാണ്. 3 വർഷവും കഴിഞ്ഞു, 1000 ദിവസവും കഴിഞ്ഞു. 10 വർഷം കാലമായിട്ട് ആ എഗ്രിമെന്റ് നിലനിൽക്കുമ്പോൾ ഒരു നയാ പൈസ പോലും അദാനിയിൽ നിന്ന് കോമ്പൻസേഷനായി ഇതേവരെ ഈ ഗവൺമെന്റ് വാങ്ങിയിട്ടില്ല എന്നുള്ളതൊരു ചരിത്രം കൂടിയാണ്. ഞാൻ അതിനെ ശക്തമായി പ്രതിഷേധിക്കുന്നു. എന്തുകൊണ്ടത് വാങ്ങിയില്ല എന്ന് ഇവിടുത്തെ ഗവൺമെന്റിന് പറയാനുള്ള ബാധ്യതയുണ്ട്. ഇവിടെ കല്ല് കിട്ടാഞ്ഞത് കൊണ്ടാണ്, ഓഖി വന്നതുകൊണ്ടാണ്, ഇവിടെ അതേപോലെ തന്നെ ബന്ധപ്പെട്ട മറ്റ് രോഗങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് എന്നൊക്കെ പറയും. ഓഖി വന്നാൽ ഒരാഴ്ച, അതേപോലെ മറ്റ് അസുഖങ്ങളൊക്കെ വന്നാൽ 6 മാസം. പക്ഷേ എന്തുകൊണ്ട് 1000 ദിവസത്തിനുള്ളിൽ തീർക്കേണ്ട പരിപാടി 10 വർഷമായി എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ ഗവൺമെന്റിനുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ പിണറായി വിജയൻ തയ്യാറായില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് പദ്ധതിയായിരുന്നാലും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി അവിടേക്ക് വരുമ്പോൾ ആ യോഗ സ്ഥലത്ത് അവിടുത്തെ MP പ്രസന്റ് ആയിരിക്കും. അവിടുത്തെ MPയെ 2 വാക്ക് സംസാരിക്കാനുള്ള അനുവാദം ഏത് പദ്ധതിയുടെ കാലത്തായിരുന്നാലും ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ MLAയെ അവിടെ സംബന്ധിപ്പിക്കുവാനും അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രസംഗമായിരുന്നാലും അത് നടത്താൻ കൂടിയുള്ള ഉത്തരവാദിത്തങ്ങൾ ഈ ഗവൺമെന്റിനുണ്ടായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പേര് പറയും എന്നുള്ളത് കൊണ്ട്, അത് ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ളത് കൊണ്ടാണ്, നിലവിലുണ്ടായിരുന്ന എല്ലാ കീഴ്വഴക്കങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഇന്ന് മുൻപോട്ട് വെക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഉമ്മൻചാണ്ടിയുടെ പേര് വെള്ളത്തിൽ വരച്ച പോലെയല്ല. കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ആളുകളുടെയും
അവരുടെ മനസ്സിൽ കല്ലേ കൊച്ചു വെച്ചിരിക്കുന്ന ചിത്രം പോലെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആര് വിചാരിച്ചാലും ഈ വക കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയിൽ നിന്ന് എടുത്തു മാറ്റി പിണറായി വിജയന്റെ തലയിൽ വെച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതൊരു സത്യമാണ്. അത് വളരെ വലിയ ഒരു കാര്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് KB ഗിരീശൻ. ഞാൻ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റാണ്. എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവിൻ്റെ സഹോദരനായിരുന്നു KK ദാമോദരൻ. അദ്ദേഹം 64 പഞ്ചായത്തിൽ മത്സരിച്ചു. അന്ന് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. അന്ന് മത്സരിച്ച് തോറ്റതിന് ശേഷം കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പ്രധാന ആളായിരുന്നു. അത് 1970 ഉമ്മൻചാണ്ടിക്ക് സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് DCC മെമ്പർമാരായിട്ട് ആവശ്യപ്പെട്ട 3 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ DCC മെമ്പർമാർ. അതിലൊന്നായിരുന്നു KK ദാമോദരൻ, CK പുന്നൻ, CK ജേക്കബ്. അങ്ങനെ 3 DCC മെമ്പർമാരെ 70 ഇവിടുന്ന് പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. അവർ 3 പേരൂടെ കൂടി ഇവിടുന്ന് നിവേദനം തയ്യാറാക്കി ഒപ്പിട്ട് അന്നത്തെ KPCC പ്രസിഡന്റ് KK വിശ്വനാഥനായിരുന്നു. ആ KK വിശ്വനാഥന് നിവേദനം കൊടുത്തു. ചെറുപ്പക്കാരനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ 70 KK വിശ്വനാഥൻ കോട്ടയത്ത് വന്ന് അന്ന് PC ചെറിയാന് സീറ്റ് കൊടുക്കണമെന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നു. ഇതിനു മുന്നേ അന്ന് ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോൾ സിറ്റിംഗ് MLA EM ജോർജ് ആയിരുന്നു. അപ്പോൾ അതിനു മുന്നേ EM ജോർജ് തോപ്പിച്ച ആളാണ് PC ചെറിയാൻ. അപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിൽ PC ചെറിയാന് സീറ്റ് കൊടുക്കണമെന്നുള്ള ആവശ്യം വന്നപ്പോൾ ചെറുപ്പക്കാരൻ്റെ പ്രതിനിധിയാണ് ഉമ്മൻചാണ്ടിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കാനാണ് ഇടവന്ന സാഹചര്യം 70 മുതലുള്ള കുടുംബ ബന്ധവുമായിട്ടുള്ള അടുപ്പമുള്ള ആളാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടും മനോഭാവവുമാണ്. അപ്പോൾ അദ്ദേഹം തുടക്കം മുതൽ ഈ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്നും കൊടുത്തത്. ആ ഒരു 70 കാലഘട്ടത്തെക്കുറിച്ച് ഉമ്മൻചാണ്ടി പറഞ്ഞു, അന്നിവിടെ ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ ഈ കാറുള്ള 2 വീടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന് കന്നൂഴിലെ കാറും ഒന്ന് ചാലുവഴത്തെ വീട്ടിലും 2 കാറേ ഉള്ളെന്ന് പറഞ്ഞു പഞ്ചായത്തിൽ. അന്ന് ആ വീട്ടിലെ ചാലുവഴത്തെ CT ജോൺ ചാലുവഴമാണ് അന്നും 70 ഉമ്മൻചാണ്ടിയുടെ പ്രചരണത്തിന് ഉമ്മൻചാണ്ടിയോടൊപ്പം സഹകരിച്ച ആൾ. അപ്പോൾ തുടക്കം മുതൽ ഉമ്മൻചാണ്ടിയോട് സഹകരിക്കാനുള്ള മനോഭാവമുള്ള ആൾക്കാർ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വളരെ ചെറുപ്പത്തിലേ അറിയാവുന്നവർ ഈ നാട്ടിലുള്ളവരാണ് ഉമ്മൻചാണ്ടിയെ പ്രോത്സാഹിപ്പിച്ചത്. അപ്പം അന്ന് മുതൽ ഇവിടെ ഈ പുതുപ്പള്ളി നിയോജകമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഷിക മേഖലയുടെ നിയോജകമണ്ഡലമായിരുന്നു. അപ്പം ഇവിടെ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് അമിതമായ പ്രാധാന്യം കൊടുത്തത്. ഈ കേരളത്തിൽ ഇത്രയധികം വിദ്യാർത്ഥികൾ പഠിച്ചു പോകുന്ന ഒരു പഞ്ചായത്ത് കേരളത്തിൽ പഞ്ചായത്തിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പോലെ പഞ്ചായത്തില്ല. 10,000-ലധികം കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുതുപ്പള്ളി പഞ്ചായത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ സ്കൂളോ മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളെ IHRDയുടെ വിവിധ കോളേജുകളെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അങ്ങനെ കോളേജുകളെ കാര്യങ്ങളെ എല്ലാമായിട്ട് അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ ഡോൺ ബോസ്കോ സ്കൂളിലൊക്കെ ഇപ്പോൾ 3000 കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ അതുപോലെ സെൻറ്റ് മേരീസ് സ്കൂളുകൾ എല്ലാം കൂടെ കൂടിയാൽ ഞാനിവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ്. അപ്പം അത്രമാത്രം വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആ തുടക്കം കുറിച്ചുള്ള കാലയളവിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇവിടെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം IHRDയുടെ ഉദ്ഘാടനത്തിനൊക്കെ മുഖ്യമന്ത്രിയൊക്കെ വരുന്ന സമയത്ത് ഇവിടുത്തെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ പരക്കെ പ്രതിഷേധവും അമർഷവുമായിരുന്ന ഉദ്ഘാടനത്തിൽ വേദിയെ അലമ്പാക്കുകയായിരുന്നു. അത് SMBയുടെ ഉദ്ഘാടനം അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ. പക്ഷേ ആ സ്ഥാപനങ്ങളൊക്കെ വന്നതോടുകൂടി നമ്മുടെ പിള്ളേർക്ക് രാജ്യത്തും അന്യ സംസ്ഥാനത്ത് പോയി പഠിക്കാതെ നമ്മുടെ നാട്ടിൽ തന്നെ വിദ്യാഭ്യാസ സാഹചര്യമുണ്ടായി. അന്ന് പഠിക്കാൻ അവസരം കിട്ടിയ കുട്ടികളും ഇപ്പോൾ വിദേശത്തേക്ക് 10,000-കണക്കിന് കുട്ടികൾ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരും അവരുടെ മക്കളുമൊക്കെ ഉമ്മൻചാണ്ടിയെ എക്കാലം അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഉമ്മൻചാണ്ടിയുടെ പ്രാധാന്യം ഏറ്റവും അധികം കൊടുത്തത്. പിന്നെ രണ്ടാമത് അദ്ദേഹം വിചാരിച്ചത് നമ്മുടെ നാട്ടിലെ ചികിത്സാ രംഗത്തേക്ക് ഒരു നല്ല ആശുപത്രി വേണം, അതിനൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വേണം. ഇപ്പം മെഡിക്കൽ കോളേജ് മാത്രമേ നമ്മുടെ നാട്ടിൽ ചികിത്സാ സഹായ അഭയ കേന്ദ്രമുള്ളൂ. അതിനാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വേണമെന്നുള്ള ആശയത്തോടു കൂടിയാണ് ഈ തലപ്പാടിയിൽ ഞാൻ പറഞ്ഞ ആദ്യത്തിൽ 70 ഉമ്മൻചാണ്ടിയുടെ പ്രചരണത്തിലുണ്ടായിരുന്ന CT ജോൺ ചാലുവഴത്തിൻ്റെ 10 ഏക്കർ സ്ഥലം സെൻറ്റിന് 1750 രൂപയ്ക്ക് ഉമ്മൻചാണ്ടി കൊണ്ടുവരുന്ന ഈ സ്ഥാപനത്തിന് ഞാൻ വില പേശുന്നില്ല എന്ന് അന്ന് സെൻറ്റ് ഒന്നിന് വില വെറും അന്നൊരു 5,000-6,000 രൂപ വിലയുള്ളപ്പോഴാണ് ഈ 10 ഏക്കർ സ്ഥലവും വെറും 1750 രൂപയ്ക്ക് സെൻറ്റ് ഒന്നിന് തന്നത്. അപ്പോൾ ആ 10 ഏക്കർ സ്ഥലം മേടിച്ചു. അപ്പോൾ 2005 അന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്താണ് അന്ന് അതിൻ്റെ 300 കിടക്കകളോടുകൂടിയുള്ള ആശുപത്രിയുടെ
ഉദ്ഘാടനം ചെയ്യാനുള്ള ഡേറ്റും എല്ലാം ഫിക്സ് ചെയ്തെല്ലാം കാര്യപ്പോഴാണ് ഉമ്മൻചാണ്ടി അന്ന് ദാവോസിൽ പോയിട്ട് അവിടെ ഒരു ആക്സിഡൻറ്റ് വന്നു. തിരിച്ചു വരാനുള്ള താമസമുണ്ടായപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ദിവസത്തിൻ്റെ തലേ ദിവസം ഒരു ദിവസം 2 ദിവസത്തെ വ്യത്യാസത്തിന് ഇലക്ഷൻ്റെ വിജ്ഞാപനമുണ്ടായി. ആ ഇലക്ഷൻ വിജ്ഞാപനം വന്നപ്പോൾ ഉദ്ഘാടനം നടക്കാതെ പോയി. അന്ന് ആശുപത്രിക്കുള്ള 50 സെൻറ്റ് സ്ഥലം വരെ മേടിച്ചിട്ടിരിക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ആയി 300 കിടക്കകളോടുകൂടി. അന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ ഞാൻ അറിഞ്ഞത് ഒരു കിടക്കയ്ക്ക് 20 ലക്ഷം രൂപ ചിലവാകുമെന്നും അങ്ങനെ 300 കിടക്കയ്ക്ക് 60 കോടി രൂപയുടെ ബഡ്ജറ്റ് ഉണ്ടാക്കിയാണ് അത്രയും കാര്യങ്ങളൊക്കെ തീരുമാനമായി. എല്ലാം അംഗീകാരവും എല്ലാം കൊടുത്തു. അപ്പം വീണ്ടും ഇലക്ഷൻ വന്നപ്പോൾ അച്യുതാനന്ദൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. നമ്മുടെ പദ്ധതികൾ നടപ്പാക്കാതെ വന്നു. പിന്നീട് വന്ന അച്യുതാനന്ദ ഗവൺമെൻറ് കാലത്ത് വന്ന നയപരമായ സമീപനം കൊണ്ട് MA ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിക്കന്നു കഴിഞ്ഞപ്പോഴത്തേന് യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ ഹോസ്പിറ്റലുകൾ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ വന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ കാലത്ത് വന്നപ്പോഴും ആ ആശുപത്രി ആശയം സാധിക്കാതെ വന്നു. അപ്പോൾ ഒരു കോടിക്കണക്കിന് രൂപയുടെ ബിൽഡിങ്ങുകളും പണിതു സ്ഥലവും മേടിച്ച ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇതുവരെ യാഥാർത്ഥ്യമാകാതെ കിടക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ നമ്മുടെ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ തന്നെ ഒരൊറ്റ റോഡുകൾ പോലും പാലങ്ങൾ ഇല്ലാതെ കിടന്ന കടവുകളുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി 70 മത്സരിച്ചപ്പോൾ പൻശിക്കാട് പഞ്ചായത്തോട്ടാണെങ്കിലും ഞാലിയാവഴിക്ക് പോകുന്നതിനുമായിട്ട് പല സ്ഥലങ്ങളിലോട്ട് പോകാൻ പാലങ്ങളൊക്കെ ആയിരുന്നു. എന്തിനേറെ പറയുന്നു, ഉമ്മൻചാണ്ടി 70 മത്സരിച്ച സമയത്ത് പുതുപ്പള്ളി പള്ളിയുടെ വാതിൽ വഴി കിടന്ന പാലം പോലും നമുക്ക് അപകടസ്ഥിതിയിലുള്ള പാലമായിരുന്നു. ഉമ്മൻചാണ്ടി വന്നതിന് ശേഷമാണ് ഇപ്പം കാണുന്ന പാലവും എല്ലാം പണിത് സാഹചര്യങ്ങളുണ്ടാക്കിയത്. അപ്പോൾ വിഴിഞ്ഞം പദ്ധതിയിൽ അദ്ദേഹത്തിൻ്റെ പങ്കിനെ കുറിച്ചൊന്ന് പറയാം. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ഉമ്മൻചാണ്ടിയോട് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. അതിനുള്ള എഗ്രിമെൻ്റ് വ്യവസ്ഥയുണ്ട്. ആദ്യത്തെ 20 വർഷത്തിന് സംസ്ഥാന ഗവൺമെൻറ്റിന് വരുമാനമില്ല. പിന്നീട് വരുന്ന 20 വർഷത്തിൻ്റെ ഓരോ വർഷവും ഓരോ ശതമാനം കൂട്ടി അങ്ങനെ 2-ാം വർഷം 2, 3-ാം വർഷം 3 അതേ ഉള്ളൂ. അന്നേരം അതിനെക്കുറിച്ച് പറഞ്ഞത് ഉമ്മൻചാണ്ടിയോട് അന്നുള്ള ആൾക്കാരും പ്രതിപക്ഷങ്ങളും പറഞ്ഞു, ഈ വിഴിഞ്ഞം പദ്ധതി അദാനിയുമായിട്ട് എഗ്രിമെൻ്റ് വെച്ചപ്പോൾ സർക്കാരിന് എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു, ഇപ്പോൾ കാണുന്ന ലാഭവിഹിതം വീതിച്ച് ഈ ബഡ്ജറ്റ് ഇതല്ല നമ്മുടെ ലാഭവിഹിതം. അനന്തമായ സാധ്യതയാണ് വിഴിഞ്ഞം വരുമ്പോൾ പോർട്ട് വരുമ്പോഴുണ്ട് അത് പിന്നെ ഗുണമെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിലുള്ള വെയർ ഹൗസിങ്ങുകളും ഗോഡൗണും കാര്യങ്ങളുമായി അതിൻ്റെ വാഹനങ്ങളും കാര്യങ്ങളും എല്ലാമായി അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ നികുതികളും കാര്യങ്ങളുമായി കഴിഞ്ഞപ്പോൾ അത് കൂട്ടി വരുമ്പോഴേക്കും 5 വർഷം 10 വർഷത്തിനാകുമ്പോഴത്തേന് ഈ സംസ്ഥാനത്ത് അദാനിക്ക് ലാഭവിഹിതം കൊടുക്കുന്നതിനേക്കാൾ കൂടിയ തുക സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര വിഹിതവും ഗവൺമെൻറ് വിഹിതവും കിട്ടും. അദാനിക്ക് ലാഭം വിഹിതം വെച്ചാൽ നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടിയ തുക ഈ പദ്ധതി വന്നാൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടും. അദാനിയുടെ പദ്ധതി വരുന്നില്ല എങ്കിൽ നമുക്ക് എവിടെ എന്തെങ്കിലും നേട്ടമുണ്ടോ? നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതാണ് ഈ പദ്ധതിയെക്കുറിച്ച് ഉമ്മൻചാണ്ടി കൊടുത്ത വിശദീകരണം. പക്ഷേ ഉമ്മൻചാണ്ടി കൊടുത്ത വിശദീകരണം ഇന്ന് വരെ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളും നേതാക്കന്മാരും ഒരു രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്നും വ്യക്തമായ ഒരു വിശദീകരണം സമൂഹത്തോട് പറയുന്നില്ല. ഇത് പറയാനുള്ള കാരണം ഇപ്പം ഭാവിയിൽ 52 ലക്ഷം പേർക്കാണ് സംസ്ഥാന ഗവൺമെൻറ് പെൻഷൻ കൊടുക്കുന്നത്. അതിനൊരു വർഷം 50 ലക്ഷം പേർക്കോടെ കൊടുക്കുന്നുണ്ട്. അതിന് ചിലവാകുന്ന തുക ഒരു വർഷം 1600 വെച്ച് നോക്കുമ്പോൾ ഒരു വർഷം ഏതാണ്ട് 10,000 കോടി രൂപയോളം ചിലവാകുന്നുണ്ട്. അപ്പോൾ അദാനിയുടെ ഈ പ്രോജക്റ്റ് പ്രാവർത്തികമാകുമ്പോൾ 10 വർഷം ഈ 10,000 കോടി രൂപയും അദാനിയുടെ തന്നെ നമുക്ക് മേടിച്ചു വെക്കാൻ സാധിക്കും. ഈ ഭാവിയിൽ ഈ നാട്ടിലുള്ള സാധാരണക്കാർക്ക് കൊടുക്കുന്ന പെൻഷൻ മുടങ്ങാതെ കിട്ടാനുള്ള അനന്തമായ ഒരു സാധ്യത ഈ ഒരു ഐറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് സമാഹരിക്കാനായിട്ട് സാധിച്ചു. വീണ്ടും നമ്മുടെ നാട്ടിലെ ഉമ്മൻചാണ്ടിയുടെ കാഴ്ചപ്പാട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെല്ലാവരും അവർ തൊഴിലവസരങ്ങൾ നേടി അന്യ രാജ്യങ്ങളിലേക്കും അയൽ സംസ്ഥാനങ്ങളിലേക്കും പോവുക. അയൽ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അവർക്ക് അവിടെ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം വരുമാനമുള്ളാകുമ്പം അവരവിടെ കുടുംബസമേതം വന്ന് അവരവിടെ യൂറോപ്യൻ രാജ്യങ്ങളാകുമ്പം സ്ഥലവും മേടിച്ച് വീടും വെച്ച് അവരവിടെ താമസിക്കും. ഉമ്മൻചാണ്ടി പറഞ്ഞു, നമ്മുടെ നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാകണമെങ്കിൽ 1 ലക്ഷം രൂപയോളം വരുമാനത്തിൽ ഉള്ള തൊഴിലവസരങ്ങൾ ഒരു വർഷം 1 ലക്ഷം വീതമെങ്കിലും നമ്മൾ വർദ്ധിപ്പിക്കാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിച്ചാൽ ഈ അന്യ രാജ്യത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി അവസരങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ സംസ്ഥാനത്ത് തന്നെ ലഭിക്കും. അപ്പം വിഴിഞ്ഞം പോർട്ട് അതിന് തുടക്കമാകട്ടെ. അതോടുകൂടിയുള്ള പദ്ധതികളും പോലെയുള്ള IT മേഖലകളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് വരുമാനമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദീർഘവീക്ഷണമുള്ള കാര്യദർശിയായ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അനന്തമായ കാഴ്ചപ്പാടുള്ള നേതാവായിരുന്നു.
വളരെ ഈ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് വോട്ട് പിടിക്കുന്ന സംഭവമല്ല. ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ സമീപനം എന്താ? വെറും ഒരു കിറ്റ് കൊടുക്കുക, ഒരു 150 രൂപയുടെ കിറ്റ് കൊടുക്കുക, 1600 രൂപ പെൻഷൻ കൊടുക്കുക, പെൻഷൻ്റെ തുക 2-3 മാസം വരുമ്പോൾ കുടിശ്ശിക ഏർപ്പെടുത്തുക, ഇലക്ഷൻ വരുമ്പോൾ അത് ഒന്നിച്ചു കൊടുക്കുക, ഞങ്ങൾ കൊടുക്കുന്ന കാശാണ്, നിങ്ങൾ വോട്ട് ചോദിക്കണം എന്ന് പറയുന്നു. അത് നമ്മൾ ഈ എലിവിഷം കൊടുക്കുന്ന പോലെയേ ഉള്ളൂ കിറ്റ് കൊടുക്കുന്നത്. കാര്യം എന്തെന്ന് ചോദിച്ചാൽ എലി അറിയുന്നില്ല ഇത് വിഷമാണ് വെച്ചിരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ കിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോർക്കേണ്ട വലിയ സംഭവമാണ്. ഈ കിറ്റിൽ കൂടി അവരെ ചൂഷണം ചെയ്യാമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ളത് ഗവൺമെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ നികുതികൾ കൊണ്ട് മാത്രം വീർപ്പ് പൊട്ടിക്കുന്ന ഒരു സംസ്ഥാനമായി മാറി. കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഒരു വീട്ടിൽ നിന്ന് 1600 രൂപയുടെ നികുതി കൊടുക്കുമ്പോൾ അതേ വീട്ടിൽ നിന്ന് തന്നെ 10000 രൂപ ഗവൺമെൻറ് തിരിച്ചു വാങ്ങിക്കുക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു വീട്ടിൽ നിന്ന് 1600 രൂപ 2 പേർക്ക് പ്രായമായവർക്ക് പെൻഷൻ 3200 രൂപ ഒരു മാസം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം 10000 രൂപ അവരിൽ നിന്ന് തിരിച്ച് സർക്കാർ മേടിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വെള്ളത്തിന് വാട്ടർ ചാർജ് കൂട്ടി, ഒരു മാസം വരുമ്പോൾ 500-600 രൂപ കൂടി. കറണ്ട് ചാർജ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 5 പ്രാവശ്യം വർദ്ധിപ്പിച്ചു. 5 പ്രാവശ്യത്തെ വർധനവ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു 700-800 രൂപയുടെ വർധനവ് വന്നു. 7-5 12 രൂപ അതായി കറണ്ട് ചാർജും ഇതും. വീണ്ടും കെട്ടിട നിർമ്മാണത്തെ സംബന്ധിച്ച് ബിൽഡിംഗ് റൂൾ ചട്ടം അത് ഈ പഞ്ചായത്തുകളിൽ ക്രമവൽക്കരണം നടത്തിയപ്പോൾ 5 വർഷത്തേന് ഫൈൻ അടിച്ചു വേണം അതിനെ ക്രമവൽക്കരിച്ചെടുക്കാൻ. അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ ആവറേജ് ഒരു 70 വീടുകളോളം അതിൻ്റെ വീടുകൾ ഇപ്പം നമ്മുടെ എല്ലാം പഴയ കാലത്തെ വീടുകളാണ്. അവരതിൻ്റെ ഒരു സിറ്റ് ഔട്ട് പിടിച്ചുകായിരിക്കും, ഒരു അഡീഷണലായിട്ട് ഒരു ബെഡ്റൂം പിടിപ്പിച്ചായിരിക്കും, എന്തെങ്കിലും കിച്ചണിൻ്റെ സൗകര്യം വർദ്ധിപ്പിച്ച് കാണും. പക്ഷേ അത് പുതിയ നിയമം വരുന്നപ്പോൾ അതിനെ ക്രമവൽക്കരിച്ചെടുക്കണം. ആ ക്രമവൽക്കരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണം. അപ്പോൾ ഒരു വീടിന് 15000-20000 രൂപയോളം നികുതിയായിട്ട് പിടിക്കുകയാണ്. വീണ്ടും നമുക്ക് കറണ്ട് ചാർജ്, വെള്ളം, ബിൽഡിംഗ് ടാക്സ്, കുടിശ്ശികൾ, വീണ്ടും ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള മദ്യത്തിൻ്റെ നികുതി എത്രയോ മടങ്ങാണ്. വീണ്ടും പെട്രോളും ഡീസലിൻ്റെയും ചാർജ് സംസ്ഥാന ഗവൺമെൻറ് നികുതിയും വർദ്ധിപ്പിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഐറ്റത്തിൻ്റെ എല്ലാം കൂടെ നികുതി കൂട്ടിയാൽ ഒരു വർഷം നമുക്ക് പെൻഷൻ 3200 ഒരു മാസം തരുമ്പോൾ 10000 രൂപ നികുതിയായിട്ട് ഒരു വീട് തിരിച്ചു മേടിച്ചിട്ടാണ് ഇത്രയും തരുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാഴ്ചപ്പാടതല്ലായിരുന്നു. നികുതികൾ കൊണ്ട് വീർപ്പും പൊട്ടിച്ച് ജനങ്ങളെ ഒരു ഭരണം നടത്തുന്ന ഒരു കാര്യദർശിയായിരുന്നല്ലായിരുന്നു. ക്ഷേമ പെൻഷനുകൾ കൊടുത്താൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക, നികുതി കൂട്ടാതെ തന്നെ അവരെ ബുദ്ധിമുട്ട് കൂടാതെ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം കളക്കുക, അവരുടെ നാട്ടിൽ ആൾക്കാരുടെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ കാണുക, അവരുടെ തൊഴിൽ അവസരങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കാണുക, ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഉമ്മൻചാണ്ടിക്ക് ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഈ ഒരു അർബുദ രോഗങ്ങൾ വന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സാ സഹായങ്ങൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ലഭിക്കുമായിരുന്നു. ഇത് നേരെ മറിച്ച് മുഖ്യമന്ത്രി ഇപ്പം പിണറായി വിജയൻ വന്നതിന് ശേഷം 10000 രൂപയ്ക്ക് പോലെയുള്ള ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നില്ല. നമ്മുടെ ബന്ധപ്പെട്ട ജില്ലാ മെഡിക്കൽ കോളേജുകളിൽ ചെന്നാൽ ചികിത്സാ സൗകര്യങ്ങളുമില്ല. ജനം താരതമ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചികിത്സാ രംഗത്ത് അവർക്ക് സൗകര്യങ്ങൾ കിട്ടുന്നില്ല, വിദ്യാഭ്യാസ മേഖലയ്ക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല, തൊഴിൽ അവസരങ്ങൾ കിട്ടുന്നില്ല, നികുതികൾ കൊണ്ട് വീർപ്പ് പൊട്ടിക്കുന്നു. ഈ ഗവൺമെൻറ്റിനെ ഒരു തരത്തിലും ഉമ്മൻചാണ്ടിയുമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ഇവരാരും ഇപ്പോൾ എതിർക്കാത്തതിന് കാരണം എന്നാ വെച്ചാൽ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ആളിനെ മുന്നേ നിർത്തി കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് ഒരു കാലത്തും രാഷ്ട്രീയം പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷങ്ങൾ പോലും ഉമ്മൻചാണ്ടിയെ വിമർശിക്കുന്നില്ല.